വേറെ ആരൊക്കെയാ നീ ഓടിക്കോ എനിക്ക് ഒരു വീഡിയോ കൂടെ കിക്ക് എന്നെ അടിക്കാൻ വേണ്ടി പ്രിപ്പയർ അടിച്ചോ നീ ഓടിച്ചു ഹലോ അണ്ണാ എവിടാ പർപ്പിൾ അടിച്ചോ ഇപ്പൊ ഇവിടെ റിപ്പയറിൽ വരുന്ന വണ്ടി നിക്കടാ കേറാൻ പറ്റണല്ല എവിടെ നിൽക്കുന്നേ കണ്ടോട്ടിരിക്കാണ് നമ്മൾ ഇടപെടില്ല ബാക്കിയുള്ളവരൊക്കെ ഇടപെടും വണ്ടി കയറി അതിൽ വണ്ടിയുടെ ടോട്ടൽ ഇപ്പൊ 2 2 4 വാസണ്ണ കേട്ടാ വണ്ടി കേട്ടാ റിപ്പയർ ചെയ്യുന്നു അണ്ണാ ഇത് നടന്നു എന്റെ ഗ്രോസ മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഏത് വണ്ടി ഇനി പഠിക്കണ്ടേ അതൊന്ന് പറഞ്ഞു തരുമോ എടാ വലിയ നമുക്ക് ആദ്യം എടുത്ത് പണ്ടേണ്ടത് പർപ്പിൾ സ്കൈ ലൈൻ ഇത് നമ്മുടെ ബാക്കിലുള്ള ബൈഫൂട്ട് ഇറങ്ങിയ പർപ്പിൾ സ്കൈ ലൈൻ ബൈഫൂട്ട് ഇറങ്ങിയ ഇവന്മാരെ പണ്ടാൻ പറ്റും എല്ലാവർക്കും കുന്നറാവന്മാരാ അവനെ കൊണ്ടോ മണ്ടന്മാരാണോ എടാ ഇവ കിട്ടിയ ജീവകൻ അടിച്ചോ അടിക്കോണേ വണ്ടി ആ വണ്ടിയുടെ ഓണേ ഒരു വണ്ടിയുടെ ഓണേ നിങ്ങളെ കൊന്നേരോ രണ്ടുപേർ കൊന്നോണ്ടേ വണ്ടി ഇറങ്ങി അടിയും കണ്ണാടി അടിക്കുന്നില്ലേ ഇല്ല മാത്രം മണ്ടേരെ റിപ്പയറിന്റെ മണ്ടേലടാ റിപ്പയറിന്റെ മണ്ടേല് വെടിവെക്കാൻ പറ്റുന്നില്ല കാർക്ക് പട്ട് ഞാനാണ് എന്നെ അടിക്കല്ലേ അരെ മണിക്കൂർ ഒഴിച്ച് മകരണ കട കൂതി മോനെ അവളാ തീർന്നാ ഇതിന്റെ മണ്ടയിലുണ്ട് ഒരു അടിക്കല്ലേ ഞാൻ ഡ്രസ്സില്ല ഞാൻ അവനെ പിടിച്ചെടുത്ത് റൈറ്റിലേക്ക് ചാടിച്ചാടി പണ്ടിക്ക് അവനെ ഒന്ന് പണ്ടിക്ക് ഡൗൺ 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 ഇവിടെ എവിടെ 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 ഇത് കണ്ണാപ്പി നിങ്ങളൊക്കെ അല്ലേ എവിടെ പണ്ടി 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 അത്ര ഉള്ളു തീർന്നു ഓൾഡ് ഓണേ കഴപ്പങ്ങ് തീർന്നേ എല്ലാത്തിനും കഴപ്പം തീർന്നേ ഇവിടെ ഓൾഡ് ഓൺ ഏരിയ പൈപ്പ് എടാ എനിക്ക് ഇന്ത്യൻ ഗ്രോസറി വരുന്നടാ മറ്റേ വലിയ സാധനം ആ എടാ എനിക്ക് മറ്റേ ഇൻ ഗെയിം ഗ്രോസറി വന്നടാ ടീസ്ലാസ് ഗ്രോസ് ഇതൊക്കെ ഈ കറുപ്പും വെള്ളക്കാര് ഈ വെള്ള ആരാ വലിയ നിന്റെ അടുത്തുള്ള കളിച്ച് എല്ലാത്തിനും കളിച്ച് 4 പണി കേട്ടാ കേടാ പറഞ്ഞു ബ്രോ എന്താ ബ്രോ അവന്റെ ബോഡി എവിടെയാ പോവാനായിട്ടില്ല കേട്ടാ അവിടെ കിടന്നീ തീട്ടമേ
എവിടെ പോണടാ പട്ടിക്കുട്ടേ ഉണങ്ങിയ പട്ടിക്കുട്ടേ നീ മണിക്കൂർ മിസ് ചെയ്ത് അരമണിക്കൂർ തീട്ടക്കണ്ടി പട്ടിത്തീട്ട നീ എവിടെ പോണു എന്നെ അരമണിക്കൂർ വെടിവെച്ച് ഇവനെ ഒരുത്തനെ എടുത്ത് കക്കൂസ കഴിപ്പിച്ചു വെള്ള ഡ്രസ് അതല്ലത് അവനായിരുന്നു എന്തോണ്ടാ ഞാൻ കാണിച്ചു തരാം ഇജാതി മെസ്സേജ് ആയിരുന്നു എന്റെ അടുത്ത് അണ്ണാ ഒരു 5 എണ്ണത്തിന് പോയിട്ടുണ്ട് ഒരു 5 എണ്ണത്തിന് കൊണ്ടുണ്ട് 5 എണ്ണത്തിന് എടാ സ്റ്റീവേ ഞാനും ചന്ദ്രനോട് ഒരുത്തിനെ എടുത്തവന്മാരെ കൊടുത്തു ഞാനാ എടുത്തത് അവനെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഞാൻ അറിഞ്ഞത് റിപ്പേറിന്റെ അവിടെ ഒരു 10 പേര് ഒരുമിച്ച് വണ്ടി കുത്തി ഇറങ്ങി എനിക്ക് മനസ്സിലായില്ല മച്ചാനെ കയ്യെ നോക്കിക്കേ മച്ചാനെ വാസന കയ്യെ നോക്കിക്കേ ആണോ വില്ലു കയറി നീ വയ്യടിക്കടാ നീ കയ്യിൽ നോക്കി നീ വയ്യടിക്കും 4 പേരിക്കട ബാക്കിയുള്ള മാറാ മുമ്പായി ഞാൻ തീട്ടം പോയാ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലേ വണ്ടിയെങ്കിലുള്ള നമുക്ക് മണിയുടെ കൊണ്ടുപോവാ നീ ഉള്ള കോട്ടയെല്ലാം കയറിക്കോ അണ്ണ ഓടിച്ചു എങ്കിൽ ഏതാണ് വാ എടാ എല്ലാരും വണ്ടി കയറി മണി ടൈപ്പിലേക്ക് പോയേ ആ കുഴപ്പമില്ല എവിടെ കറക്റ്റ് എവിടെ അവനെ കിട്ടിയാ തിരിച്ചു കിട്ടിയാ മണി ഒരു മറ്റേ 7-8 കൊണ്ട് മറ്റേ മാസ്റ്റർക്ക വന്ന കേട്ടാ മൂഞ്ചി പോയി ആ സമയത്ത് എന്റെ ഗണ്ണിലെന്നറാ ഞാൻ ഗ്യാങ്ടേഴ്സ് വരുന്ന എന്റെ ഗ്രോസ് വരുന്നു ഇവരെല്ലാം സെറ്റിംഗ് മനസ്സിലായി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ആദ്യത്തെ അടിപൊട്ടി ഇത് ഹെൽഫെയർ SMG ആയിരുന്നു ഇപ്പൊ കണ്ടത് നമ്മള് എടാ അരമണിക്കൂർ വിഫ് ചെയ്താ തീട്ട നിന്ന് നമ്മളെ എനിക്കറിയത്തില്ല അത് അഗസ്റ്റും തീട്ടൊക്കെ ഇപ്പോഴുണ്ടെന്നാ കേട്ടത് ഒരു കഴിവില്ല അവന്റെ പള്ളിക്കൂടത്തിന് വേണ്ടി ഹോംവർക്ക് ചെയ്ത ഒരു കുടുംബം നോക്കി യൂസ് ചെയ്യും അവനൊക്കെ തീട്ട കണ്ടിക്കൊക്കെ ഓക്കെ കണ്ടാ നമുക്ക് ആ സൂപ്പർ അടി നടത്താം കേട്ടാ കുറച്ച് പൈസ ഒപ്പിക്കാം ഇന്ന് ഞാൻ സിറ്റി വന്നിട്ട് ഒരു സ്കാമിംഗ് ഉണ്ട് ഇനി അടുത്തല്ലേ ലക്കി ഭാസ്കർ എന്ന് അറിയപ്പെടുന്ന ഞാനാണ് നീ എന്ത് വണ്ടി പയ്യെ കൊണ്ടോടാ പെട്രോൾ ഇല്ലേ നീ വണ്ടി വേറെ വണ്ടി വിളിക്കാം വേറെ വണ്ടി വിളിക്കാം പാസ്വേഡ് കത്തിയാ കസ്റ്റംസില് ഹലോ ഏതെങ്കിലും ഫാമിലിയിലൊക്കെ ഉള്ളയാണോ ഓൾറെഡി പറഞ്ഞു നമ്മളാരും പറയൂല ഏതെങ്കിലും ഫാമിലിയിലൊക്കെ ഉള്ളയാണോ നമ്മൾ പറയത്തില്ലായിരുന്നു പറയാൻ
ഇവർക്ക് 4 പേർക്ക് ഒരു ദേഷ്യം, ഞങ്ങൾക്ക് 4 പേർക്ക് വേറെ ദേഷ്യം. അതെ ഫാമിലി ഏതാണ്? പല പല ഏത് കളികളാണ്. ഫാമിലിയാണ്? ഫാമിലി ഫാമിലി എന്റെ ഇലക്ഷൻ നമ്മുടെ ഫാമിലിയാണോ ബ്രോ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. കോമഡി നല്ല ചോദിച്ചത്, ഫാമിലി എന്നാണ് ചോദിച്ചത്. അല്ലല്ലല്ല, ശരിയാണോ? അതിശയില്ല, തല്ലുകൊള്ളാം. പറഞ്ഞാ മതി. നമ്മുടെ 4 പേര് സ്കോഡ് ഇപ്പുറത്ത് പോവാ, അവര് 4 പേര് അപ്പുറത്ത് നിൽക്കട്ടെ. അതെ, രണ്ട് കളി തീർക്കാണ്. നമ്മള് 4 പേര് വേറെ ദേശീയാണ് ബ്രോ. നിങ്ങൾ അവരെ അടി വാങ്ങിച്ചിട്ട് ബാക്കി നമ്മള് ഞങ്ങളുടെ വേറെ ദേഷ്യമാണ്. ആദ്യം നമ്മുടെ കക്കൂസ് കളിക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് കക്കൂസുണ്ട്. നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. എന്നാലും ആലോചിച്ച് നോക്കിയടാ, എന്നാലും ആലോചിച്ച് നോക്കിയ കൂട്ടത്തിൽ കുറെ അമ്മമാരുണ്ടെന്ന് പറഞ്ഞ് മെസ്സ് അടിക്കാൻ ഇറങ്ങിയിട്ടേ പാവം ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കഷ്ടോടാ. അയ്യോ, ഇത്രയും കേട്ടവന്മാരുടെ കൂടെ ആണല്ലോ ഗണ്ണും പൊക്കി ഇറങ്ങിയത്. കഷ്ടം തന്നെ. സാമൺ വലിയ ഓപ്ഷൻ പുള്ളി ഓപ്ഷനൊക്കെ ഞാൻ അവന്റെ പറഞ്ഞല്ലേ, നമ്മളാർക്കും പറയുന്നില്ല, പേടിക്കണ്ട, ചുമ്മാ ചോദിക്കുന്നതാണ്. ഏത് ഫാമിലിയാണ് മനസ്സിലാ? നമ്മളൊരു ഫാമിലി ഇടുന്നല്ലോ. അവന്മാര് 5 പേരുണ്ട്. അതിന് ഞാൻ ഒരു കണ്ടി വിളിച്ചു. അയ്യോ, ഇത്ര extreme torture, extreme torture. 3 കണ്ടി. അത് കൂടുതൽ, അത് കൂടുതൽ. 2 സോൾഡ്. 2 കൊടുത്തേരാ. 2 കൊടുത്തേരെ. ഞാൻ ചോദിച്ചപ്പോ അളിയൻ പറയുവാണേ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നീ പമ്പിന്റെ അവിടെ വെച്ച് അടിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഭയങ്കര ബസ് കേട്ടോ. നിന്നെ അടിക്കും, നിന്റെ കൂട്ടത്തിലുള്ളവന്മാരെ അടിക്കും, എല്ലാവന്മാരെ അടിക്കും, ചോദിക്കാൻ വരുന്നവന്മാരെ അടിക്കും. എടാ, നിന്റെ കൂട്ടത്തിലുള്ളമാരൊക്കെ നമ്മള് നീ എന്ത് ചെയ്യും? ചന്ദ്രു കണ്ണാപ്പി ഇങ്ങനെ നമ്മൾ റിവെഞ്ച് ചെയ്യാം. അവരാദ്യം സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കൊല്ലാൻ വേണ്ടി ട്രിഗർ ചെയ്യണം, കൊല്ലാൻ വേണ്ടി ട്രിഗർ ചെയ്യണം, കക്കൂസ് ആയിരിക്കാൻ വേണ്ടിട്ട്. ഇതേപോലെ മെസ്സേജ് എന്ത് മെസ്സ് അടിക്കാം, മെസ്സ് അടിക്കാം. അവരോട് മെയിൻ ആയിട്ട് സംസാരിക്കുന്ന 4 പേരല്ലാണ്ട് ബാക്കി ആദ്യം അടിച്ചില്ല, ആദ്യം അടിച്ചില്ല. ഞാൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ബ്രോ മെസ്സേജ് ഓൾ ഡൗൺ ആക്കി, ഓൾ ഡൗൺ ആക്കി. ഇവിടെ വന്ന് ഇങ്ങനെ ഓക്കെ 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 കൂട്ടുകാരാ, നിന്റെ കൂടെയുള്ളമാരൊക്കെ അടികൊണ്ട് പുഴുത്ത് ഓടി. വെച്ച് വൈകിപ്പിക്കണോ? അതല്ല ശിവേ, അതല്ല. നമ്മളെ കാണാൻ വന്നാണ് നിങ്ങളെ 4 പേര്. ആയാലും തല്ലുകൊള്ളി, ഫാമിലി ആയാലും തല്ലുകൊള്ളി, ഫാമിലി അത് പോട്ടെന്നാ, പോട്ട്. വാസു ബ്രോ, നിങ്ങളുടെ റിവെഞ്ചും കാര്യങ്ങളും കഴിയുമ്പോൾ നമ്മളൊന്ന് വിളിക്കണം. നമുക്ക് 4 പേർക്ക് വേറെ റിവെഞ്ച് ഉണ്ട്, ഒന്ന് വിളിച്ചേക്കണേ. സിറ്റിയിൽ തല്ലുകൊള്ളുകൾ എന്ന് പറഞ്ഞാൽ ഇവന്മാരാണ്. ഞാൻ ഡൗട്ട് കേട്ടോണ്ടാ, സിറ്റിസൺ വള്ളി എന്ന് പറഞ്ഞാൽ 4 പേർക്കുള്ള കാര്യമാണ്. ഞാൻ തന്നെ ഇവന്മാരെ കൂട്ടത്തിൽ 5 പേരെ കൊന്നു. ഇതെന്തൊരു കണക്കാണ്, എനിക്ക് മനസ്സിലാവണല്ല. അല്ല, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? അല്ല, ആൾക്ക് അടി കിട്ടിയോ? നിങ്ങൾ എത്ര ആൾക്കാണ് ഒന്ന് പറഞ്ഞാൽ നീ ഒന്ന്. നീ പറ, നീയാണോ മുണ്ടപ്പട്ടിയാണോ നീ? കളിക്കാൻ തീറ്റാണോ? സംസാരിക്കേ മനസ്സിലായോ? വില്ലുവനെ വെയിറ്റ്. എടാ പൊട്ടമ്പട്ടി, ഒരാളെ സംസാരിക്കും. ഞാൻ ഡൗട്ട് കേട്ടാ പൊട്ടമ്പട്ടി. കേൾക്കുന്നില്ല. ഹലോ, നീ പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ എത്ര ഉണ്ടായിരുന്നു? നിങ്ങൾ പറയാം, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? നമ്മൾ 4-5 പേരുണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. ഇവൻ മറ്റേ പള്ളിക്കൂട്ട് പോകണ നേരത്തെ വെച്ച് കണ്ടാകുമ്പോ എങ്ങനെ ഇരിക്കും? നീ എത്ര പേരെ കൊന്നു? ഞാൻ തന്നെ 5 പേരെ കൊന്നു. 5 പേരെ കൊണ്ടോ? ഞാൻ 2 പേരെ കൊന്നു. 8 പേരായി ബ്രോ. 8-9 പേരായി ബ്രോ. നിങ്ങളൊക്കെ എല്ലാരും അവിടെ മുതുക്കിലുണ്ടായിരുന്ന എല്ലാരും പിടിച്ചു കൊന്നായിരുന്നു. ആ, നിന്നെ പോലത്തെ കഴിവില്ലാതെ കൊണ്ടായിരുന്നു. ഇങ്ങോട്ട് വെടിവെച്ച് നിന്റെ അടുത്തുള്ള എല്ലാത്തിനും നേരത്തെ കണ്ടായിരുന്നല്ലോ ഒരാൾ കുനിഞ്ഞു നിൽക്കുന്നേ അവിടെ. അവിടെ ഒരാ ഇല്ല എന്തോ ഇരുന്ന് താലേക്ക് ഇവനെ കക്കൂസം കഴിപ്പിക്കാം. ഇട്, നീ അങ്ങോട്ട് ഇടങ്ങോട്ട് സ്പൈഡർമാനോട്. നിനക്ക് സാരി വേണോ? നിനക്ക്
സെക്കൻഡ് സാരി വേണോ കുഞ്ഞിക്കാൻ പലക്കെ പോയി കുഞ്ഞി ബ്രോ ആണ് ചെയ്യല്ലേ ബ്രോ ബ്രോ ആണ് കരയും ബ്രോ ഇങ്ങനെ ഡേയ് ഗൺ പോയിന്റ് ആണ് കേട്ടോ മൂഞ്ചാനല്ല അങ്ങോട്ട് നമ്മള് വന്നേക്കുന്നത് നിങ്ങളുടെ അല്ല 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 നിനക്കൊന്ന് പേടിയില്ലേ കുഞ്ഞിക്കടാ നില്ല കുഞ്ഞിലങ്ങോട്ട് നീ അങ്ങോട്ട് കുഞ്ഞി അങ്ങോട്ട് സറണ്ടർ ഒന്നല്ല നീ സ്പൈഡർ ആയിട്ടാ കുഞ്ഞി അങ്ങോട്ട് അയ്യോ ഇപ്പൊ നല്ലോണം കുഞ്ഞിനോട്ടുള്ള എന്ത് പണി ഇതാണ് നിന്റെ പണി രാത്രി എന്ത് പലയിട്ട് കുഞ്ഞിരിക്കുവോ ഗ്യാങ് ഫണ്ടിന് വേണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇവൻ അവരെ സാരിയൊക്കെ കൊടുത്ത് അണീച്ചെടുത്താ മനസ്സിലായി എന്നും രാത്രി മുമ്പ് നിൽക്കുന്നതല്ല അയ്യോ കൺവേർട്ടിംഗ് സ്കിൽ അതിരെ അപമാനാണ് നീ പട്ടിത്തീട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ ശരി സമ്മതിക്കും അടി കൊണ്ട് എന്താ ബ്രോ ഇങ്ങനെ നിന്നോട് സംസാരിക്കുന്നത് പള്ളിയിൽ അച്ഛനോ നമ്പൂതിരിയോ അല്ല. ഞാൻ നിന്നെ ചീത്ത വിളിക്കണോ തോന്നിയോ ചീത്ത വിളിക്കും, നിന്നെ ഉണങ്ങിയെന്ന് വിളിക്കും, കരിഞ്ഞെന്ന് വിളിക്കും, ചിലപ്പോ കരിഞ്ഞെന്ന് വിളിക്കും. പട്ടിത്തീട്ടോ എന്നാ പറഞ്ഞേ, അല്ലാതെ നിന്നെ അല്ലല്ലോ ഞാൻ പറഞ്ഞേ. നീ പട്ടിത്തീട്ടാണ് അടി കൊണ്ട് പൊടുത്തമാര് പട്ടത്തീട്ടമാണ് മനസ്സിലായ അവൻ തന്നെ സമ്മതിച്ചു പട്ടത്തീട്ടമാണ്. പട്ടിത്തീട്ടം നീയാണെന്ന് സ്വന്തമായിട്ട് സമ്മതിച്ചെങ്കിൽ അതൊരു ബോഡി ഷേമിങ്ങോ മറ്റേ റേസിസോ ആയിരിക്കും. പട്ടിത്തീട്ടം നീയാണെന്ന് സമ്മതിച്ചോ? വണ്ടി അല്ല അത് വേറെ പട്ടിത്തീട്ടം എന്നാ പറഞ്ഞു, ഉണങ്ങി പട്ടിത്തീട്ടം. നീ പട്ടിത്തീട്ടം ആണെന്ന് സമ്മതിച്ചോ? ഇല്ല ഞാൻ സമ്മതിച്ചില്ല. ഒരു ഉണങ്ങിയ പട്ടത്തീട്ടം ഉണങ്ങിയ പട്ടിത്തീട്ടം OLX-ലിട്ട് വിൽക്കാനാണ് പറഞ്ഞത്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. നീ ആയിട്ട് എന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു നീയാണെന്ന്. എങ്ങനെയൊക്കെ ഇത് നിങ്ങൾക്ക് അതെ ഒരു പട്ടത്തീട്ടം കുഞ്ഞിരിക്കുന്നുണ്ടോ എന്നും രാത്രി സാരി കൊടുത്ത് പല ശാന്ത പോലെയല്ലേ കറക്റ്റ് ഏതാ ഇരുത്ത നോക്ക് പ്രൊഫഷണൽ ടു സ്പീക്ക്. ഏത് മുക്കാണ് നിങ്ങളെ കാണുന്നതാണ് കൺവേർട്ടിംഗ് കിങ്. മിത്ര കാണുന്നില്ല ഇൻസ്റ്റാഗ്രാമിന്റെ ബഗ്ഗാണ് ഈ കുഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ സെറ്റിൽ ഏറ്റവും വലിയ പട്ടത്തീട്ടം. ചെറുക്കൻ കയറി തൂങ്ങുമെല്ലാം ചെയ്യുവേ, മറ്റേ ഡിപ്രഷൻ ചെറുക്കൻ കയറി തൂങ്ങും. കാരണം ഒന്നാതെ നാട്ടുകാരുടെ മൊത്തം കയ്യിൽ നിന്ന് ഫാമിലിയിലുള്ളപ്പോഴേ തല്ലുകൊടുന്ന പയ്യനാണ്. ഇതൂടെ അവൻ താങ്ങൂല്ല. അയ്യോ നമ്മള് സിറ്റിയിലെ കാര്യമാണേ പറയണേ, ഇനി അതും വേറെ കൺവേർട്ടായി കഴിഞ്ഞ് അതിനെ കൺവേർട്ട് ചെയ്യരുത്. നമ്മൾ അങ്ങനെ നമ്മൾ സിറ്റി തന്നെയാണ് എല്ലാം. ഞങ്ങളുടെ പേടിയതാണ്. പട്ടിത്തീട്ടം തന്നെ ഞങ്ങള് പറഞ്ഞത് നിനക്ക് കൺവേർട്ട് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് പറഞ്ഞത്. അല്ല അത് സിറ്റി തന്നെയാണ്. എടാ ഇത്രേ ഉള്ളടാ, നീ അടി കൊണ്ട് പുഴുത്തു മനസ്സിലായില്ലേ? നീ അടി കൊണ്ട് പുഴുത്തു, സോ പട്ടത്തീട്ടോ പോയി. കുറെ നേരം ആയാലും പുഴുത്തില്ല, അതുകൊണ്ട് കരിഞ്ഞ പട്ടത്തീട്ടം. നീ അങ്ങനെ വിചാരിച്ചാൽ മതി, ഇത്ര വിഷമൊന്നും ആവണ്ട നിനക്ക്. സ്റ്റീവേ ഇവർക്ക് ട്യൂട്ടോറിയലുണ്ട് കേട്ടോ, ഗണ്ണ് പിടിക്കാൻ എങ്ങനെ പഠിപ്പിക്കും കേട്ടോ. അത് ഇവരുടെ ട്യൂട്ടോറിയലുണ്ട് ഇവന്മാരെ കൂട്ടത്തിലുള്ളവന്മാര്. ആ ക്ലാസ് നിന്റെ കൂടെ വന്ന 7 പേർക്കൊന്ന് എടുത്തു കൊടുക്കണേ, അത് എങ്ങനെ പിടിക്കും. അവര് എന്നെ കറക്റ്റ് കണക്കെടുക്കും. എന്നിട്ട് ഈ ഷോ ഓഫ് TDM ആക്കി കാണിക്കണം കേട്ടോ. ഇവിടെ വന്ന് ആമ്പിള്ളേർ എടുത്താൽ ഇങ്ങനെ വന്ന് കുനിഞ്ഞിരിക്കേണ്ടി വരും, കുനിഞ്ഞ് മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരുന്നോ നീ കുറച്ച് ചന്ദ്ര OLX മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കൂടാ. OLX ചേർന്നോ? ഭാവിച്ചേട്ട് കണ്ണാപ്പി നിങ്ങളുടെ എന്തിനു കൊടുക്കാണ്ടോ? നമ്മുടെ കഴിഞ്ഞ് ഭാവിച്ച സിനിമ നിങ്ങളെ കൊടുക്കാണ്ടോ? നമ്മളെ കണക്ക് കീറുന്നു. നിങ്ങളെടുത്തോ? കഴിഞ്ഞു.